കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലും വർത്തമാനത്തിലും ഏലംകുളം എന്ന നാടിന് ഏറെ പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ജന്മം നൽകിയ മണ്ണ് എന്ന നിലയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ ഭൂമിക വള്ളുവനാടിന്റെ മുഴുവൻ സൗന്ദര്യവും സാംസ്കാരിക ഔന്നത്യവും നിറഞ്ഞ നാടായാണ് വർത്തമാനകാലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ 70% അതിരിടുന്നത് ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ തൂതപ്പുഴ അഥവാ കുന്തിപ്പുഴയാണ്. സ്വാഭാവികമായും ഏലംകുളം ഒരു കാർഷിക ഗ്രാമമാണ്. അതിവേഗം നാഗരികമാവുന്ന കേരളത്തിൽ ഗ്രാമവിശുദ്ധി കൈവിടാതെ ഒരു ജനതയെ വികസനത്തിലേക്ക് നയിക്കുന്ന ഭരണസമിതിയാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം നൽകുന്നത്. നെല്ലും തെങ്ങും വിളയുന്ന ഈ മണ്ണിൽ വാഴ, കപ്പ, റബ്ബർ എന്നിവയും ലാഭം നൽകുന്ന വിളകളാണ്. ഗ്രാമപഞ്ചായത്തിന് കീഴിലെ മുഴുവൻ തരിശുഭൂമിയും കണ്ടെത്തി വീണ്ടും കൃഷിയോഗ്യമാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് നിലവിലെ ഭരണസമിതി. ഇതിന്റെ ഭാഗമായി തരിശായി കിടക്കുന്ന 10 ഏക്കർ ഭൂമിയിൽ വീണ്ടും വിളവിറക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വരും വർഷങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ തരിശുഭൂമിയും കൃഷിയോഗ്യമാക്കാനുള്ള ചുവടുവയ്പ്പാണിത്. നെൽ കർഷകർക്ക് വിത്തിനും വളത്തിനും ഒപ്പം ഉഴവുകൂലി കൂടി നൽകി ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുന്നത്. ഞാൻ 2019 കോവിഡിന് മുമ്പ് ഗൾഫിലായിരുന്നു, പ്രവാസിയായിരുന്നു. 2019 ലാസ്റ്റ് കോവിഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ നാട്ടിലെത്തി കുറച്ച് കൃഷി ചെയ്യാന്നുള്ള രൂപത്തിൽ ചെറിയ രീതിയിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് ഏകദേശം ഇപ്പോൾ ഒരു 4-5 ഏക്കർ 6 ഏക്കറുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ പഞ്ചായത്ത് നല്ല ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഏത് കൃഷിക്കായാലും അതിനായിട്ടുള്ള സബ്സിഡിയും കാര്യങ്ങളും എല്ലാം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കാട്ടുപന്നികൾക്കുള്ള സോളാർ ഫെൻസിന് ഒരു നിരവധി സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഒരുവിധമുള്ള ആളുകളൊക്കെ ഇപ്പോൾ സോളാർ ഫെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നാളികേര കർഷകർക്ക് നിരവധി സബ്സിഡികൾ, വളങ്ങൾ, അതുപോലെ മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കവുങ്ങ് കൃഷിയായാലും പിന്നെ ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ നമ്മളെ പുതിയൊരു ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സബ്സിഡികളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വാഴ കൃഷിക്ക് ഇതേപോലെ സബ്സിഡികൾ നൽകി വരുന്നുണ്ട്. നെൽകൃഷിക്ക് പൂട്ടുകൂലി, അതേപോലെ ജില്ലാ പഞ്ചായത്തും അതേപോലെ നമ്മളെ ഗ്രാമപഞ്ചായത്തും പിന്നെ ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്കീമുകൾ, സാമ്പത്തിക സഹായം പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ജലസേചനം ആയാലും ബാങ്കിൻ്റെ കീഴിലുള്ള ഇറിഗേഷൻ പദ്ധതികളൊക്കെ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജലസേചന സൗകര്യത്തിനും മറ്റ് തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇവിടെ നമ്മൾ ഈ പാലത്തുപാടം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇതുവരെ നിലവിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിനെല്ലാം പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കൃഷിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നൊന്നും തരുന്നില്ല എന്നുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ പിന്നെ തെറ്റിദ്ധാരണ മാത്രമാണ്. പഞ്ചായത്തും അതേപോലെ തന്നെ നമ്മളെ ഏലംകുളം പഞ്ചായത്ത് പ്രത്യേകിച്ചിട്ട് കൃഷിക്കാരനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയൊക്കെ പാട്ടത്തിനൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തരിശ് കൃഷിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മളെ പഞ്ചായത്ത് പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പുതിയ കൃഷിയിലേക്ക് വരാൻ സാഹചര്യം, നല്ലൊരു സാഹചര്യമാണ് ഏലംകുളം പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. ഏലംകുളം പാടത്ത് ബണ്ട് തകർന്ന് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മാറ്റിയെടുത്തു. ഈ വർഷം കേര കർഷകർക്ക് ജൈവവളം നൽകുന്നുണ്ട്. ഏലംകുളത്തെ കൂടുതൽ ഹരിതാഭവും ഫലഭൂയിഷ്ഠവുമാക്കി മാറ്റുന്നതിന് ഫലവൃക്ഷ തൈ വിതരണം നടത്തി. വീടുകളിലെ സ്ഥിരം പച്ചക്കറി കൃഷിക്കും ആനുകൂല്യങ്ങൾ നൽകി വരുന്നു. ഒപ്പം വീട്ടമ്മമാർക്ക് അടുക്കളത്തോട്ടത്തിനായുള്ള മൺചട്ടികൾ വിതരണം ചെയ്തു. കുറ്റിക്കുരുമുളക് തൈകളും വിതരണം ചെയ്തു. കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴ എന്നിവയ്ക്കും സബ്സിഡി നൽകി വരുന്നുണ്ട്. മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കാൻ ധാതുലവണ മിശ്രിതം നൽകി. കാർഷിക വിളകൾക്ക് മികച്ച വിപണി എന്ന ലക്ഷ്യത്തോടെ ഉത്സവ സീസണുകളിൽ കൃഷിവകുപ്പ്, കുടുംബശ്രീ എന്നിവരുടെ സഹകരണത്തോടെ ഗ്രാമചന്തകൾ സംഘടിപ്പിച്ചു വരുന്നു. പശ്ചിമഘട്ടത്തിന്റെ താഴെ സ്ഥിതി ചെയ്യുന്ന ഭൂമിക എന്ന നിലയിൽ ഏലംകുളത്തെ കൃഷിയിടങ്ങൾ പലപ്പോഴും വന്യമൃഗ ആക്രമണത്തിന് ഇരയാകാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായി സൗരോർജ്ജ വേലികൾ സ്ഥാപിച്ചു. കൂടാതെ നിയമാനുസൃതമായി വന്യമൃഗങ്ങളെ വെടിവെച്ചിടാൻ ഒരു ഷൂട്ടറെയും നിയമിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ക്ഷീരകർഷകൻ ഹമീദ് മാണിക്കം തൊടിയുടെ നാടാണ്
ഏലംകുളം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷീരകൃഷിക്ക് ഈ പഞ്ചായത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണത്തിനൊപ്പം വൈക്കോലിന് സബ്സിഡി നൽകുന്ന പഞ്ചായത്താണ് ഏലംകുളം. കറവ പശുക്കളുള്ള എല്ലാ കുടുംബങ്ങൾക്കും കാലിത്തീറ്റ വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ ഒരു ക്ഷീര കർഷകനാണ്. 15 വർഷത്തോളമായിട്ട് കുന്നപ്പള്ളിയിലും കുന്നക്കാവിലുമായിട്ട് 2 ഫാമുകളിൽ 75-80 പശുക്കളെ വളർത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട പുല്ലും മറ്റ് തീറ്റ സാമഗ്രി സാധനങ്ങളും ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെയും മറ്റു ഇതര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പാലിന് സബ്സിഡിയായും കാലിത്തീറ്റയുടെ സബ്സിഡിയായിട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷത്തിലും ഉപരി ഈ 2 വർഷത്തോളമായിട്ട് വൈക്കോലിനും കൂടി പൈസ സബ്സിഡിയായിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ രംഗത്തേക്ക് വരുന്ന പുതുതലമുറയോട് പറയാനുള്ളത്, ആർക്കും കഠിനാധ്വാനം കൊണ്ട് വിജയിക്കാവുന്ന ഒരു മേഖലയാണ്. അതിന് പഞ്ചായത്തും ഗവൺമെൻറ്റും ക്ഷീരവികസന വകുപ്പും അതിന് എല്ലാ പ്രചോദനവും നൽകുന്നുണ്ട്. മുട്ടക്കോഴികളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണവും നടത്തി. ഈ സാമ്പത്തിക വർഷം അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും മുട്ടക്കോഴികളെ നൽകാനായി. തൂതപ്പുഴ അതിരിടുന്ന പഞ്ചായത്തിൽ ഉൾനാടൻ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വള്ളവും വലയും വിതരണം ചെയ്തു. വളരെ മികച്ച രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന പഞ്ചായത്താണ് ഏലംകുളം. 713 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവിട്ടത്. പഞ്ചായത്തിൽ നിന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ സാധിച്ചു. ഇതിനുവേണ്ടി അർഹതപ്പെട്ടവർക്ക് ഭക്ഷണം, മരുന്ന് എന്നിവ ഉറപ്പുവരുത്തി. വീടില്ലാത്തവർക്ക് വീടും റിപ്പയർ വേണ്ട ഭവനങ്ങൾക്ക് അതിനുള്ള സഹായവും നൽകി. തുടർന്ന് ജീവസന്ധാരണത്തിനായി പശു, ആട്, തയ്യൽ മെഷീൻ തുടങ്ങിയവ വിതരണം ചെയ്തു. കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതി ഏലംകുളം ഗ്രാമപഞ്ചായത്തിലും വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീടും സ്ഥലവും നൽകാൻ ഈ സാമ്പത്തിക വർഷത്തോടു കൂടി കഴിയുകയാണ്. ഈ ഗ്രാമപഞ്ചായത്ത് നിലവിലുള്ള ലിസ്റ്റിലെ ഏകദേശം മുഴുവൻ ആളുകൾക്കും വീട് നൽകിയിട്ടുണ്ട്. ഇനി നൽകാൻ പോകുന്ന സ്ഥലം എന്നുള്ള സ്വപ്നം കൂടി ഈ ഒരു സാമ്പത്തിക വർഷത്തോടു കൂടി പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു പദ്ധതിയായ പകൽ വീട് ഈ ഒരു സാമ്പത്തിക വർഷം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. 2019 കാലഘട്ടത്തിലെ കഴിഞ്ഞ ഭരണസമിതിയിൽ തുടങ്ങിവെച്ച ഒരു പദ്ധതിയായിരുന്നു വയോജനങ്ങൾക്കുള്ള പകൽ വീട്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തായ 5-ാം വാർഡിലാണ് പകൽ വീട് സ്ഥിതി ചെയ്യുന്നത്. മുഴുവൻ വിഭാഗങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പകൽ വീട് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്നതാണ് പഞ്ചായത്തിന്റെ മറ്റൊരു ലക്ഷ്യം. പഞ്ചായത്ത് പരിധിയിൽ സ്വന്തമായി കിടപ്പാടമില്ലാത്ത 456 പേരെ കണ്ടെത്തി ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതിൽ 398 പേർക്ക് ഭൂമി അല്ലെങ്കിൽ വീട് നൽകുന്നതിനായുള്ള കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ സ്വന്തമായി ഭൂമി വാങ്ങുന്നതിന് 46 പേർക്ക് പണം കൈമാറി. ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല. കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ വീടാണ്. അതിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വീടാണിത്. ഇപ്പോൾ കുഴപ്പങ്ങൾ വീടും പണിയെല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല. എല്ലാ വീട് പണികളെല്ലാം കഴിഞ്ഞു. പൈസയും കിട്ടിയൊക്കെ കിട്ടിയിരുന്നു. ഒരു കുഴപ്പമില്ല. കിട്ടാനുള്ള ഫണ്ടെല്ലാം കിട്ടിയിരുന്നു. പഞ്ചായത്ത് പരിധിയിലെ തെരുവ് വിളക്കുകൾ പരിപാലിക്കുന്നതിന് മുൻ വർഷങ്ങളിൽ 4 ലക്ഷം രൂപ ചിലവഴിച്ചിരുന്നിടത്ത് ഇപ്പോൾ 7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഹൈമാസ് ലൈറ്റുകളുടെ പരിപാലനത്തിന് 2 ലക്ഷം രൂപ വേറെയും ചിലവഴിക്കുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിലെ വോൾട്ടേജ് ക്ഷാമമായിരുന്നു മറ്റൊരു പ്രധാന പ്രതിസന്ധി.
ഇത് പരിഹരിക്കുന്നതിനായി 33 kV സബ്സ്റ്റേഷൻ അനുവദിച്ചു. ഗാർഹിക വൈദ്യുത ഉപഭോക്താക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനോടൊപ്പം വ്യാവസായിക വളർച്ചയ്ക്കും ഈ സബ്സ്റ്റേഷൻ സഹായകരമാകും. പഞ്ചായത്തിലെ 13 ഏക്കർ സ്വകാര്യ വ്യവസായ പാർക്കിൽ 21 കമ്പനികൾ ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള 5000 പേർക്കെങ്കിലും ഇതുവഴി തൊഴിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള തൊഴിൽ സഭ സംഘടിപ്പിച്ച് SBI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പ്ലേസ്മെന്റ് നേടിക്കൊടുത്തു. ഇക്കാലയളവിൽ 58 ചെറുകിട സംരംഭകരെ വളർത്തിക്കൊണ്ടുവരാനും പഞ്ചായത്തിന് സാധിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള 300-ലധികം സംരംഭങ്ങൾക്ക് പുറമെയാണിത്. 72 വനിതാ സംരംഭകരും 78 കൃഷി സംഘങ്ങളും പഞ്ചായത്തിന്റെ സഹായത്തോടെ പ്രവർത്തിച്ചു വരുന്നു എന്നത് ആരെയും അസൂയപ്പെടുത്തുന്ന നേട്ടമാണ്. നിരന്തരമായ മഴ മൂലം ശോച്യാവസ്ഥയിലായിരുന്ന 16.4 കിലോമീറ്റർ റോഡുകൾ നവീകരിച്ചു. 3.92 കിലോമീറ്റർ പുതിയ റോഡുകളും നിർമ്മിച്ചു. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമപഞ്ചായത്താണ് ഏലംകുളം എന്നത് ഈ ഭരണസമിതിയുടെ മാറ്റുകൂട്ടുന്നു. 16.44 കോടി രൂപ ചെലവിലാണ് ഈ പദ്ധതി പൂർത്തിയായത്. ഇതിന്റെ ഭാഗമായി 8 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ടാങ്ക് പെരുമ്പറമ്പിലും 2.25 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് പാറക്കുന്നിലും സ്ഥാപിച്ചു. ഞങ്ങള് റോട്ടിൽ പോയിട്ട് അവിടെ റെയിൽ കടന്ന അപ്പുറം പോയിട്ടൊക്കെ വെള്ളം കൊടുന്നായിരുന്നു. പിന്നെ ഇപ്പൊ അതൊക്കെ നിർത്തിയത് ഇപ്പൊ ഈ പഞ്ചായത്ത് വെള്ളം വന്നിട്ടാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ വെള്ളം കൂടി വന്ന് നോക്കുമ്പോ ഒരു കൊല്ലമായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ട്. മറ്റത് എവിടെയൊക്കെ പോയി ആ ഇഞ്ചംകുളത്തിലൊക്കെ പോയിട്ടൊന്ന് കുളിക്കണമെങ്കിൽ ഒരു തുള്ളി ചേറ് വെള്ളത്തിൽ മുങ്ങി പോന്നിട്ടുണ്ട്. പണ്ട് കൊത്തും തമ്പുരാന്റെ അവിടുന്ന് കയറ്റിയിരുന്നേ. ഇപ്പൊ പഞ്ചായത്തിന്റെ വെള്ളം വരുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളമുണ്ട്. കുന്തിപ്പുഴയിൽ നിന്നും ശുദ്ധീകരിച്ച് പ്രതിദിനം 230 ലക്ഷം ലിറ്റർ വിതരണം ചെയ്യുന്ന അലിഗഡ് രാമൻചാടി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വേനലറുതിക്ക് വെള്ളത്തിന് നെട്ടോട്ടമോടുന്ന അവസ്ഥ പഴങ്കഥയാകും. നാടിന്റെ തണ്ണീർത്തടങ്ങളായ ജലാശയങ്ങൾ പുനരുദ്ധരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതി നടപ്പിലായി വരുന്നു. 4-ാം വാർഡിലെ നാരായണിക്കുളം നവീകരിക്കാൻ 34 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 12-ാം വാർഡിലെ ചിറക്കുളം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കൂടി സഹകരണത്തോടെ 2 കോടി ചിലവിലാണ് നവീകരിക്കുന്നത്. പാണ്ടിയാട്ടിൽ കുളത്തിന്റെ നവീകരണത്തിന് 22 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. 70 സെന്റിൽ പാറക്കൽ മുക്കിൽ നിറഞ്ഞു നിൽക്കുന്ന കൊറ്റംകുളവും ഉടൻ നവീകരിക്കും. ചെമ്മാട്ടുകുളത്തിന്റെ നവീകരണം നടത്തിക്കഴിഞ്ഞു. കുന്നക്കാവ് LP സ്കൂളിന് 72 ലക്ഷം രൂപ ചെലവിലും ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപ ചെലവിലും കിഫ്ബി ഫണ്ട് വഴി പുതിയ കെട്ടിടങ്ങൾ പണിതീർത്തു. പഞ്ചായത്തിലെ 26 അങ്കണവാടികളും സ്വന്തം കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് അഭിമാനാർഹമായ കാര്യമാണ്. ഇതിൽ 7-ാം വാർഡിലെ അങ്കണവാടി ജനകീയ പങ്കാളിത്തത്തോടെ സ്മാർട്ടാക്കി മാറ്റി. മറ്റുള്ള അങ്കണവാടികളും അതിന്റെ പാതയിലാണ്. അർഹതപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി. ലോവർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മേശ, കസേര എന്നിവയും വിതരണം ചെയ്തു. പഠനമുറികളും നിർമ്മിച്ചു നൽകി. SC വിദ്യാർത്ഥികൾക്കായുള്ള മെറിറ്റോറിയൽ സ്കോളർഷിപ്പാണ് വിദ്യാഭ്യാസ രംഗത്തെ മറ്റൊരു ശ്രദ്ധേയമായ കാൽവയ്പ്. പഞ്ചായത്തിന് കീഴിലെ അലോപ്പതി, ആയുർവേദ, ഹോമിയോ, സിദ്ധ ഹെൽത്ത് സെന്ററുകൾ വഴി പ്രതിദിനം ഏകദേശം 300-ലധികം പേരാണ് ചികിത്സ തേടുന്നത്. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുതുകുറിശി സബ് സെന്ററിന് 60 ലക്ഷം രൂപ മുതൽ മുടക്കിൽ പുതിയ കെട്ടിടം പണിതു. ഏലംകുളം, ചെറുകര, പാറക്കൽ മുക്ക് എന്നീ ഹെൽത്ത് സബ് സെന്ററുകളുടെ പുതിയ കെട്ടിടങ്ങൾ 1,55 ലക്ഷം രൂപ മുടക്കി നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 5-ാം വാർഡിൽ 50 ലക്ഷം രൂപ മുതൽ മുടക്കിൽ പണി പൂർത്തിയാകുന്ന സിദ്ധ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. പഞ്ചായത്ത് പരിധിയിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കായി പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് പ്രതിമാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി സൗജന്യമായി ഡോക്ടറുടെ സേവനവും മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വയോജനങ്ങൾ നാടിന്റെ സമ്പത്താണെന്ന അറിവിൽ അവർക്കായി
ഉല്ലാസയാത്ര സംഘടിപ്പിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞു. അവർക്ക് ശ്രവണ സഹായികളും കട്ടിലുകളും വിതരണം ചെയ്തു. 130 കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 265 പാലിയേറ്റീവ് രോഗികൾ ഉള്ള പഞ്ചായത്തിൽ 2ാം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 60.5 ലക്ഷം രൂപയുടെ പ്രതിമാസ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന് കീഴിലെ ബഡ്സ് സ്കൂളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ബഡ്സ് സ്കൂളിലേക്ക് നിലവിൽ വാടക വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തമായി ഒരു വാഹനത്തിനുള്ള പണം ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഡാറ്റാബേസ് തയ്യാറാക്കാനും തുക വകയിരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷി കലാമേളയും ഭംഗിയായി സംഘടിപ്പിച്ചു വരുന്നു. 33 പേരടങ്ങുന്ന ഹരിതകർമ്മസേന ഈ നാടിനെ മാലിന്യമുക്തമാക്കി സൂക്ഷിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി കെട്ടിക്കിടന്ന 101 ടൺ മാലിന്യം സംസ്കരിക്കാൻ സാധിച്ചു. പഞ്ചായത്ത് നേരിട്ട വലിയൊരു പ്രതിസന്ധിയായിരുന്നു കുമിഞ്ഞുകൂടിയ മാലിന്യം. MCF സ്ഥിതി ചെയ്യുന്ന പരിസരത്തുകൂടി വഴി നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് അവിടം വൃത്തിയാക്കി തിരുവാതിര നൃത്തം അവതരിപ്പിക്കാനായി എന്നത് ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. വാർഡുകളിൽ മിനി MCF യൂണിറ്റുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിക്കുക വഴി മാലിന്യ ശേഖരണം സുഗമമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കർമ്മസേനാംഗങ്ങളുടെ ശ്ലാഘനീയമായ സേവനങ്ങൾ മുൻനിർത്തി അവർക്ക് ആകാശയാത്രയ്ക്കുള്ള സൗകര്യമൊരുക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. MCFനോട് ചേർന്നുള്ള ഗ്യാസ് ക്രെമറ്റോറിയം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതിന്റെ പുനരുദ്ധാരണമാണ് പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു പദ്ധതി. യുവജനക്ഷേമത്തിന് മുൻഗണന നൽകുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിരോധം സൃഷ്ടിക്കാനും അവബോധമുണ്ടാക്കാനും പഞ്ചായത്ത് നേതൃത്വം നൽകി. ചെറുകര ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് നെറ്റ് സ്ഥാപിച്ചു. പാറക്കൽ മുക്ക്, അമ്പാട്ടുകണ്ടം എന്നിവിടങ്ങളിലെ ഓപ്പൺ ജിമ്മുകൾ ഈ സാമ്പത്തിക വർഷം യാഥാർത്ഥ്യമാകും. ദേശീയപാത കടന്നുപോകുന്ന പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ യാത്രികർക്ക് വിശ്രമിക്കാനായി ടേക്ക് എ ബ്രേക്ക് എന്ന ആശയത്തിലൂന്നി നിർമ്മിച്ച കെട്ടിടവും യാഥാർത്ഥ്യമായി. ഒരു ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട മുഴുവൻ സേവനങ്ങളും കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഏലംകുളം ഗ്രാമപഞ്ചായത്ത് നിറവേറ്റിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കുടിവെള്ളം, അതുമാതിരി തന്നെ ഭവനങ്ങൾ, ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾക്ക് അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പരമാവധി റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനും അതുമാതിരി തന്നെ പുനരുദ്ധരിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ സാമ്പത്തിക വർഷം